afternoon. Okay, Avani, good afternoon. Okay, Nimi. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറവാണല്ലോ. ഇത് പറ്റി എല്ലാവരും ഫുഡ് എങ്ങനെ കഴിക്കാൻ പോയിക്കണോ? ക്ലാസ്സിലുള്ളവരൊക്കെ ഫുഡ് കഴിച്ചോ? അവനി, പ്രിയങ്ക, നിമ്മി ഇതൊക്കെ കഴിച്ചോ? കഴിച്ചോ? കഴിച്ചു. ഓക്കെ. ഓക്കെ, ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അല്ലെ. ശരണ്യ, സുവിയൊക്കെ ഇതാണ് ഫുഡ് കഴിച്ചിട്ടില്ല നിമ്മി. ഓക്കെ, പിന്നെ എപ്പോഴാ കഴിക്കുന്ന ഫുഡ്? നിങ്ങളുടെ വീട് പറവൂരാണോ? ഓക്കെ, ശരി. ഇവിടെ അടുത്താണല്ലേ വീട്? ഓക്കെ, കാർത്തിക, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പറവൂര് എനിക്ക് അത്ര പരിചയമുള്ള സ്ഥലമല്ല. ഞാൻ ഇവിടേക്ക് വരണമെന്നുള്ളു. എന്റെ വീട് ശരിക്കും നെടുമ്പാശ്ശേരിയാണ്. അപ്പൊ ഇവിടേക്ക് ജോലിക്ക് വന്ന് പറവൂര് കുറച്ച് പരിചയമായിട്ടുണ്ട്. പറവൂര് സ്ഥലങ്ങൾ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനൊക്കെ മാം പറഞ്ഞായിരുന്നത് എന്താണ്? മാം അന്ന് പറഞ്ഞായിരുന്നല്ലോ, മാമിന് ഇവിടെ വന്നതാന്ന് പറഞ്ഞല്ലോ ജോലിക്കായിട്ട്. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു 11 പേരായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ലാസ്റ്റ് മീൻസ് എനിക്ക് എടുക്കാനുള്ള ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മള് മൊഡ്യൂൾ 7 ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ്. ഓക്കെ, 5th ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. 5th ചാപ്റ്റർ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ് എന്നാണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ്. അപ്പോ നമ്മള് ഡിപ്ലോമയില് എത്തിക്കൽ അല്ലെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ ചാപ്റ്റർ? ഡിപ്ലോമയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ആ ഒരു ചാപ്റ്ററിന്റെ കുറെ ആക്ടുകളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു അല്ലെ. ജനറൽ ആക്ടുകളൊക്കെ പഠിച്ചു. അതുപോലെ മെഡിക്കോ ലീഗൽ കേസസ് എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിളുകളൊക്കെ പഠിച്ചു. ടോർട്ട് നിയമം അല്ലെ, ടോർട്ട് ആക്ടിനെ പറ്റി പഠിച്ചു. പിന്നെ അല്ലാത്ത കുറെ ആക്ടുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, BCPABT ആക്ട് അല്ലെ, അങ്ങനത്തെ അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് അല്ലെ. അങ്ങനെയൊക്കെ അതായത് ഒരുപാട് ആക്ടുകൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടിരുന്നു. അതിന് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മളവിടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഒക്കെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഒക്കെ അറിയേണ്ട ആവശ്യകത അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസുകൾ അറിയേണ്ട അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രാധാന്യം എന്താണ് ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ചാപ്റ്റർ നമ്പർ 5 ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ്. ലോ എന്താണെന്നും എത്തിക്സ് എന്താണെന്നൊക്കെ നമ്മള് അവിടെ പഠിച്ചതാണ്, ഡിപ്ലോമയിൽ പഠിച്ചതാണ്. ലോക്ക് 3 ഡെഫിനേഷൻ ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ എത്തിക്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന്
വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ദ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ്. ഓക്കെ, ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ്, അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് HLE എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. HLE എന്താണ്? ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് എന്നാണ് കേട്ടോ. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് supports member states to develop, implement and evaluate legal and ethical frameworks. This is accomplished by collaborating across a broad range of program areas such as health governance, health and rights, health services, communicable diseases, non-communicable, non-communicable diseases and health through the life course and emergencies and disasters. Actually, also promotes a whole of society approach to the legal and ethical reform by engaging with the policy makers, regulators, parliamentarians and other stakeholders. ഇതാണ് ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ്? HLE എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള്, അതുപോലെ തന്നെ എത്തിക്സ്, അതിന്റെ ധാർമ്മികതയുടെ ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും, പിന്നെന്താണ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ വിലയിരുത്താനും അതുപോലെ തന്നെ അതിനെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് രാജ്യങ്ങളെ സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ആണ് കേട്ടോ. അതിനു വേണ്ടി തന്നെ പ്രത്യേക ഒരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക യൂണിറ്റ് തന്നെയുണ്ട്. അതാണ് നമ്മുടെ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. അവരുടെ പർപ്പസ് എന്താണ് അവർ ചെയ്യുന്നത്? ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള്, അതുപോലെ തന്നെ എത്തിക്സ് അല്ലെ, ധാർമ്മികതയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ അത് ഇംപ്രൂവ് ചെയ്യാനും അതിനെ വിലയിരുത്തുന്നതിനും രാജ്യങ്ങളെ സഹായിക്കുന്നത് ആരാണ്? എല്ലാ രാജ്യങ്ങളും അതിനു വേണ്ടി സഹായിക്കുന്നത് ഈ പറയുന്ന ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ആണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് സപ്പോർട്ട്സ് ദ മെമ്പർ സ്റ്റേറ്റ്സ് ടു ഡെവലപ്പ്, ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ്. അനലൈസ് ചെയ്ത് വെച്ചോളൂ. എന്താണ് HLE എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും അതുപോലെ തന്നെ ധാർമ്മികതയും ഡെവലപ്പ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ അതിന് ഇവാലുവേറ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ രാജ്യങ്ങളെ സഹായിക്കുന്നത്, അതിനൊരു സപ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ആണ്. ഇതിന് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സംവിധാനം കൊടുക്കുന്നത് ഒരുപാട് ബ്രോഡ് റേഞ്ച് ഓഫ് ഏരിയാസിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഒരുപാട് റേഞ്ച് ഓഫ് ഏരിയാസ് കവർ ചെയ്തുകൊണ്ടാണ്. അതായത് വെറുതെ അവര് നിയമങ്ങളും എത്തിക്സും ഒന്നും അവർ ക്രിയേറ്റ് ചെയ്യല്ല. ഒരുപാട് ഏരിയകൾ, നമ്മുടെ ഹെൽത്ത്, ഓക്കെ, നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി ഏരിയകളെ കവർ ചെയ്തുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള നിയമങ്ങളും അതുപോലെ തന്നെ എത്തിക്സും ഒക്കെ അവര് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ അവര് പറയുന്നത്. This is accomplished by collaborating across a broad range of program areas. അതായത് ഒരുപാട് ഏരിയകളെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവയെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അവര് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഏരിയകളാണ്, ഏതൊക്കെ ഏരിയകൾ അവർ കവർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് നോക്കിയത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ ഏരിയകളാണ് നോക്കിയേ? സച്ച് ആസ് ഹെൽത്ത് ഗവേണൻസ്, അതായത് ആരോഗ്യ ഭരണം. നമ്മൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ. ഹെൽത്ത് ഗവേണൻസ്, ആരോഗ്യ ഭരണം, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്. ആരുടെ ഹെൽത്ത് ആൻഡ് റൈറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിന്റെ ഹെൽത്ത് ആൻഡ് റൈറ്റ്സ് അല്ലെ, പേഷ്യന്റിന്റെ ആരോഗ്യവും അവരുടെ അവകാശങ്ങളും. അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസ്, ആരോഗ്യ സേവനങ്ങള്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ, അതായത് സാംക്രമിക രോഗങ്ങൾ അല്ലെ, പകർച്ചവ്യാധികള്. അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സാംക്രമികേതര രോഗങ്ങള്. അതുപോലെ ഹെൽത്ത്, ലൈക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ വരില്ലേ, പകർച്ചവ്യാധികൾ അല്ലാത്ത രോഗങ്ങൾ കേട്ടോ, അങ്ങനെയുള്ള രോഗങ്ങള്. അതുപോലെ തന്നെ ഹെൽത്ത് ത്രൂ ദ ലൈഫ് കോഴ്സ്. ഹെൽത്ത് ത്രൂ ലൈഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒരു വ്യക്തിയുടെ എൻറ്റയർ ലൈഫ് സ്പാനിൽ മൊത്തം നല്ല രീതിയിൽ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അതായത് ഒരു വ്യക്തിയുടെ ഹെൽത്ത് എന്ന് പറയില്ലേ, ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അവരുടെ ലൈഫ് സ്പാൻ മൊത്തത്തില് എൻറ്റയർ ലൈഫില് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്. പിന്നെ എന്താണ് എമർജൻസീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. അത് മാത്രമല്ല എമർജൻസികൾ വരുന്നത്, മറ്റേതെങ്കിലും ഡിസാസ്റ്റേഴ്സ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസുകൾ പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് ഇത്രയും ഏരിയകൾ കവർ ചെയ്യുന്നത്. ഇത്രയും ഏരിയകളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന എത്തിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, അതിന് വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ആരും മുന്നോട്ട് വെക്കുന്നത്, നമ്മുടെ ഹെൽത്തിലോ എത്തിക്സ് യൂണിറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത എന്താ പറയുന്നത്, HLE also promotes a whole of society approach to the legal and ethical reform by engaging with the policy makers, regulators, parliamentarians and other stakeholders. ഓക്കെ, അതിന് പുറമെ നമ്മുടെ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് അവര് എന്ത് ചെയ്തു, ഈ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങള് നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ടും അവർ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ്, ആരൊക്കെ ഉൾപ്പെടുന്നതാണ്, പോളിസി മേക്കേഴ്സ്, ഈ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, പോളിസി മേക്കേഴ്സ്, റെഗുലേറ്റേഴ്സ്, റെഗുലേഷൻസ് ഒക്കെ റെഗുലേറ്റേഴ്സ്, അതുപോലെ പാർലമെന്റേറിയൻസ് അല്ലെ. ദാറ്റ് മീൻസ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡിയാണ് അല്ലെ, നമ്മുടെ നിയമനിർമ്മാണ സംവിധാനമാണ് പാർലമെന്ററി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പാർലമെന്റേറിയൻസ്, മറ്റുള്ള അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നയങ്ങളും നിയമങ്ങളും ഒക്കെ രൂപീകരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഒരു ഹോൾ ഓഫ് സൊസൈറ്റി അപ്രോച്ച്, ചുരുക്കി പറഞ്ഞാല് ഒരുപാട് ഏരിയകളെ കവർ ചെയ്യുന്നുണ്ടും അതുപോലെ തന്നെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഹോൾ ഓഫ് സൊസൈറ്റി അപ്രോച്ച്. ഹോൾ ഓഫ് സൊസൈറ്റി അപ്രോച്ച് എന്ന് വെച്ചാൽ അത്രയും സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആര് പ്രൊമോട്ട് ചെയ്യുന്നത്, ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ആദ്യം ഞങ്ങൾ പഠിക്കുന്നത് HLEയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ആണ്. ഇനി എന്താണ് അവരുടെ പർപ്പസ്, നമ്മുടെ രാജ്യങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ എത്തിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്തതും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൊക്കെ രാജ്യങ്ങളെ സഹായിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ആണ്. ഇനി അവര് വെറുതെയാണോ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, ഒരുപാട് ഏരിയകളെ കവർ ചെയ്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ ഏരിയകളാണ്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഏതൊക്കെ ഏരിയ ആയിരുന്നു, ഹെൽത്ത് ഗവേണൻസ്, ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്, ഹെൽത്ത് സർവീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹെൽത്ത് ത്രൂ ദ ലൈഫ് കോഴ്സ്, എമർജൻസി, ഡിസാസ്റ്റർ, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസിനെ കൊളാബറേറ്റ് ചെയ്ത് കവർ ചെയ്തുകൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. അതിനു പുറമെ നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് ഈ പറയുന്ന നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ടും അവർ ചേർന്ന് പ്രവർത്തിക്കുന്നു. എങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ്, ആരൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളാണ്, പോളിസി മേക്കേഴ്സ്, അതുപോലെ റെഗുലേറ്റേഴ്സ്, പാർലമെന്റേറിയൻസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരൊക്കെ നയങ്ങൾ ഉണ്ടാക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. ഇങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു സമീപനമാണ് ആര് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു ഡയഗ്രാമിനകത്ത് സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം ഏതൊക്കെ ഏരിയകളാണ്, ഇനി ആരൊക്കെയാണ് ഈ പറയുന്ന പോലെ പോളിസി മേക്ക് ചെയ്തത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കി, ആ ഒരു പാരഗ്രാഫിൽ വായിച്ചു നോക്കിയപ്പോൾ ക്ലിയർ ആകും. ഹെൽത്ത് ലോ ആൻഡ് എത്തിക്സ് യൂണിറ്റ് സപ്പോർട്ട്സ് മെമ്പർ സ്റ്റേറ്റ്സ് ടു ഡെവലപ്പ്, ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ് ദി ലീഗൽ ആൻഡ് എത്തിക്കൽ ഫ്രെയിംവർക്സ്. This is accomplished by collaborating across a broad range of program areas like health governance, health and rights, health services,
communicable diseases, non-communicable diseases, and health to the life force, emergencies and disasters. HLA also promotes a whole of society approach to legal and ethical reform by engaging with the policy makers, regulators, parliamentarians, and other stakeholders. Okay, clear? Okay, എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്ട് ആണ് കേട്ടോ. എത്തിക്സ് കണ്ടക്ട് അല്ലെ? ഓക്കെ, എത്തിക്സിനെ നമ്മൾ പറഞ്ഞല്ലോ അതൊരു കോഡ് ഓഫ് കണ്ടക്ട് തന്നെയാണ് അല്ലെ. അതായത് നമ്മളൊരു സ്ഥാപനത്തില് ഇപ്പൊ മെഡിക്കൽ എത്തിക്സ് എടുത്ത് പറയുമ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽസുകള് അവര് എന്താണ് പ്രവർത്തിക്കേണ്ട ചില പെരുമാറ്റ ചട്ടങ്ങളാണ് അല്ലെ. നമ്മൾ എത്തിക്സ് എന്നത് മെഡിക്കൽ എത്തിക്സ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ എന്താണ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന ആ ഒരു നമ്മുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ബിഹേവിയറിനെ, അവരുടെ പെരുമാറ്റത്തിനെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മോറൽ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ്, അതൊക്കെയാണ് നമ്മളിവിടെ മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ കണ്ടക്ട് ആണ്, മീൻസ് അവരുടെ ബിഹേവിയറിനെയാണ് നമ്മൾ ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ബിഹേവിയറിനെ എന്ത് ചെയ്യണം, നമുക്ക് അവരുടെ ബിഹേവിയറിനെ അനുകൂലമാക്കുന്ന, അവരുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ, നമുക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് മോറൽ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ്, അതൊക്കെയാണ് നമ്മൾ മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ എത്തിക്സിനും കണ്ടക്റ്റിനും നമുക്ക് ആധാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രഖ്യാപനങ്ങള് ഒക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി ഫസ്റ്റ് കാര്യം എന്താണ് പറയുന്നത്, apart from his routine and usual clinical cases, a doctor will come across certain medico-legal issues at one time or the other during the practice of his profession. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് അവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ റൂട്ടീൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ജോബുകൾക്ക് പുറമെ അവരുടെ പ്രാക്ടീസ് സമയത്ത് പല രീതിയിലുള്ള മെഡിക്കോ ലീഗൽ ഇഷ്യൂസുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോ ഒരു പ്രാവശ്യമാകാം, ഒന്നിലധികം തവണയൊക്കെ പലതരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെങ്കിൽ ഇഷ്യൂസുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. മെഡിക്കോ ലീഗൽ കേസൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. അറിയാലോ, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ റൂട്ടീനായിട്ടുള്ള ക്ലിനിക്കൽ ജോബുകളുടെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കേസുകൾ വരും. അതിനു പുറമെ അവര് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന മെഡിക്കോ ലീഗൽ ഇഷ്യൂസുകളൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്, ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ഡോക്ടേഴ്സ് are enlisted in the laws of the land and the different codes of medical ethics and declaration. അതായത് നമ്മൾ ഈ ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ചുമതലകള് അല്ലെങ്കിൽ അവരുടെ കടമകള്, അവരുടെ കമ്മിറ്റ്മെന്റ്സുകള്, ഇതെല്ലാം തന്നെ എന്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻ ദ ലോസ് ഓഫ് ലാൻഡ്, നമ്മുടെ രാജ്യത്തിന്റെ ലോ അല്ലെ, നമ്മുടെ ലോസ് ഓഫ് ലാൻഡ്, നമ്മുടെ രാജ്യത്തിന്റെ ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഭരണകൂടം അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, ഒബ്ലിഗേഷൻസ് അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങള്, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ധാർമ്മിക സംഹിതകളില്, പ്രഖ്യാപനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരിച്ചിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസുകളും ആർക്ക് ബാധകമാണ്, ഡോക്ടേഴ്സിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാല് ഒരു ഡോക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ മെഡിക്കൽ ധാർമ്മിക സംഹിതകളിലും പ്രഖ്യാപനങ്ങളിലും എന്തിനു പറയുന്നു, നമ്മുടെ ലോ ഓഫ് ലാൻഡ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന, അതിന് വിവരിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ ചുമതലകളും, എല്ലാ കമ്മിറ്റ്മെന്റ്സുകളും ആർക്ക് ബാധകമാണ്, ഡോക്ടേഴ്സിന് ബാധകമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില ലോകളും അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. അതിലെന്താണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് കേട്ടോ. എന്താണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്?
ഓക്കെ, എന്താണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്? അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ള പോയിന്റ് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതായത് നിങ്ങളോട് ചോദിക്കും മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്റ്റിന് ആധാരമായിട്ടുള്ള പ്രഖ്യാപനങ്ങള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിലൊന്നാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സ് എടുത്തിട്ടുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് എന്ത് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് കേട്ടോ. അതില് ഒരു ഡോക്ടർക്ക് തന്റെ രോഗികളോട് അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് മെഡിക്കൽ പ്രൊഫഷനോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങള് അവരുടെ കടമകളൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും രോഗിയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്വകാര്യതയെ മാനിക്കുക, അവർക്ക് ദോഷങ്ങൾ വരുത്താതിരിക്കുക, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസുകൾക്ക് എന്താണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള, അതും വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, വളരെ ചരിത്രപരമായിട്ടുള്ള ഡോക്ടേഴ്സ് എടുത്തിട്ടുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള എന്താണ് ഒരു പ്രതിജ്ഞയാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് ലക്ഷ്യമിടുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഡോക്ടർക്ക് തന്റെ രോഗികളോടും ആ ഒരു മെഡിക്കൽ പ്രൊഫഷനോടുള്ള എല്ലാവിധ കടമകളെ പറ്റിയിട്ട് ആ ഓത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ രോഗിയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, അവരുടെ സ്വകാര്യതയെ മാനിക്കുക, അവർക്ക് വേറെ ദോഷങ്ങളൊന്നും വരാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെയൊക്കെ മോഡേൺ വേർഷൻ ആണ് നമ്മുടെ കണ്ടംപററി മെഡിക്കൽ എത്തിക്സിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും ബേസ്മെന്റ് ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഹിപ്പോക്രാറ്റിക് ഓത്താണ്. പക്ഷെ അതിന്റെ തന്നെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള വേർഷൻ ആണ് നമ്മുടെ കണ്ടംപററി മെഡിക്കൽ എത്തിക്സിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ എന്താന്ന് ചോദിക്കില്ല, അറിയാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ, ജനീവ പ്രഖ്യാപനം. ഓക്കെ, ഇതാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ. അതൊക്കെ ഒരു പോയിന്റ് ആണ് കേട്ടോ, ഹിപ്പോക്രാറ്റിക് ഓത്ത്. അതുപോലെ രണ്ടാമത്തെയാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ, ജനീവ പ്രഖ്യാപനം. അത് വന്നിട്ട് 1948 കേട്ടോ, 1948 നമ്മുടെ WMC വേൾഡ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയും കേട്ടോ. ആ വേൾഡ് മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന് പറയുന്നത് കേട്ടോ. ജനീവ പ്രഖ്യാപനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മാനുഷിക ലക്ഷ്യങ്ങളോടുള്ള ഒരു ഡോക്ടറുടെ സമർപ്പണത്തിന്റെ പ്രഖ്യാപനമാണ് ഇത് ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിന്റെയും കൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ മാനുഷിക ലക്ഷ്യങ്ങളോട്, പ്രത്യേകിച്ച് പേഷ്യൻസിനോട്, നമ്മുടെ മനുഷ്യരോടുള്ള ഒരു ശരിക്കും പറഞ്ഞൊരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം അല്ലെ, ആ ഒരു ഡോക്ടറിന്റെ ആത്മസമർപ്പണത്തിന്റെ ഒരു പ്രതിജ്ഞയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജനീവ പ്രഖ്യാപനം എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിലെ എല്ലാ ഡോക്ടർമാരും അവരുടെ മെഡിക്കൽ ബിരുദം അല്ലെങ്കിൽ അവരുടെ ഡിപ്ലോമ ഒക്കെ സ്വീകരിക്കുന്ന സമയത്ത് അവരെടുക്കുന്ന ഒരു പ്രതിജ്ഞയും കൂടിയാണ് ഇതില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് സത്യപ്രതിജ്ഞ വാഗ്ദാനമായിട്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ജനീവയെ കണക്കാക്കുന്നത്. ഡോക്ടേഴ്സ് അവരുടെ മെഡിക്കൽ ബിരുദം എടുക്കുമ്പോൾ അവരൊരു ഓത്തും കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി ആയിരിക്കും അവരുടെ കമ്മിറ്റ്മെന്റിനെയും പറ്റിയിട്ട് സത്യപ്രതിജ്ഞ അവർ ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഡിക്ലറേഷൻ ഓഫ് ജനീവ കേട്ടോ. ജനീവ പ്രഖ്യാപനമാണ് 1948 നമ്മുടെ WMC വേൾഡ് മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച്. മറ്റൊരു ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച്. അതായത് നമ്മുടെ മാനുഷിക വിഷയങ്ങള് ഉൾപ്പെടുന്ന മെഡിക്കൽ റിസർച്ചിനെ, അതായത് മെഡിക്കൽ ഗവേഷണങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി എന്ന് പറയുന്നത് കേട്ടോ. അത് വന്നിട്ട് 1964 ഇതുപോലെ തന്നെ നമ്മുടെ വേൾഡ് മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച്. അതായത് നമ്മുടെ മാനുഷിക വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്ന മെഡിക്കൽ ഗവേഷണത്തിന് ഗൈഡ് ചെയ്യാനായിട്ടാണ്,
അങ്ങനെയുള്ള ഒരു ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓൺ മെഡിക്കൽ റിസർച്ച്. പിന്നെ വരുന്ന മറ്റൊന്നാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് അത് വന്നിട്ട് 1949 WMA അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ തന്നെയാണ് ഒരു ഡോക്യുമെന്റ് ആണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. അത് വന്നിട്ട് നമ്മുടെ ഡോക്ടേഴ്സിന്റെ അവരുടെ ആ ഒരു എത്തിക്സ്, ഓക്കെ, അവരുടെ എത്തിക്സിനെ പറ്റി, ധാർമ്മിക വശങ്ങളെ പറ്റി, അവരുടെ മെഡിക്കൽ പ്രൊഫഷന്റെ ധാർമ്മിക വശങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു എന്താണ് ഒരു ഡോക്യുമെന്റ് തന്നെയാണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷനും ഡോക്ടേഴ്സായിട്ടൊക്കെ ബന്ധപ്പെട്ട അവരുടെ ആ ഒരു കണ്ടക്റ്റിന്, അവരുടെ ആ ഒരു മെഡിക്കൽ കണ്ടക്റ്റിനും എത്തിക്സിനൊക്കെ ആധാരമായിട്ടുള്ള ചില ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. ഹിപ്പോക്രാറ്റിക് ഓത്ത്, ജനീവ പ്രഖ്യാപനം, ഹെൽസിങ്കി പ്രഖ്യാപനം, അതുപോലെ ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ഒക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതിലൊരിക്കലും നിങ്ങളോട് എന്താണ് ഹിപ്പോക്രാറ്റിക് ഓത്തോ എന്താണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ അങ്ങനെ ചോദിക്കില്ല കേട്ടോ. നിങ്ങളത് നമ്മളോട് പറഞ്ഞു പോയി അതിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. പേര് ഓർത്തിരിക്കണം. ഹിപ്പോക്രാറ്റിക് ഓത്ത്, ജനീവ ഡിക്ലറേഷൻ, അതുപോലെ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് കേട്ടോ. ഇനി പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ദ ഡിക്ലറേഷൻ ഓഫ് ജനീവ ഓഫ് ദ WMA. WMA എന്താണ്? വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ. എഴുതി വെക്കുന്നു കേട്ടോ. വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ എന്നാണ് കേട്ടോ WMA. ഓക്കെ, അപ്പോ ദ ഡിക്ലറേഷൻ ഓഫ് ജനീവ ഓഫ് ദ WMA binds the physician with the words and content. അതായത് നമ്മുടെ WMA അംഗീകരിച്ചിട്ടുള്ള ജനീവ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഡിക്ലറേഷൻ ഓഫ് ജനീവ, അത് ഒരു ഡോക്ടറുമായിട്ട് ഒരു ഡോക്ടറെ ബന്ധിപ്പിക്കുന്നത് എന്ത് കോട്ടോടുകൂടി, എന്ത് വേർഡ്സോടുകൂടി, അങ്ങനെയൊന്നും അല്ല ചോദിക്കാം. ജനീവ ഡിക്ലറേഷൻ ഓഫ് ജനീവയുടെ കോട്ട് എന്താണ്, എന്ത് കോട്ടോട് കൂടിയിട്ടാണ് അവർ തുടങ്ങുന്നത് കേട്ടോ. അവരുടെ കോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജനീവ ഡിക്ലറേഷൻ ഓഫ് ജനീവയുടെ കോട്ട് ഇതാണ്. എന്താണ് ആ കോട്ട്? നോക്കി, ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് will be my first consideration. അതെല്ലാം ചെയ്ത് വെക്കാൻ അതൊരു കോട്ടാണ് കേട്ടോ. The health of my patient will be my first consideration. എന്റെ രോഗിയുടെ ആരോഗ്യമായിരിക്കും എന്റെ ആദ്യത്തെ പരിഗണന എന്നതാണ് ജനീവ പ്രഖ്യാപനത്തിന്റെ കോട്ട് എന്ന് പറയുന്നത്. അവര് ആ ഒരു ഫിസിഷ്യനെ, ഒരു ഡോക്ടറുമായിട്ട് അതിനെ ബൈൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് അവർ ബൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വേർഡ്സോട് കൂടിയിട്ടാണ് അവർ ബൈൻഡ് ചെയ്യുന്നത്. അവരുടെ പ്രഖ്യാപനം, അവരുടെ കോട്ട് എന്ന് പറഞ്ഞതാണ് ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ. എന്റെ രോഗിയുടെ ആരോഗ്യമായിരിക്കും എന്റെ ആദ്യത്തെ പരിഗണന. എടുത്ത് ചോദിക്കാം കേട്ടോ. ഇനി അതുപോലെ വേറൊരു കോട്ടും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് നോക്കിയേ? ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ഡിക്ലെയർസ് ദാറ്റ്, അവരുടെ കോട്ട് എന്താണെന്ന് അറിയോ? അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എ ഫിസിഷ്യൻ ഷാൾ ആക്ട് ഇൻ ദ പേഷ്യന്റ്സ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് when providing medical care. That is, a physician shall act in the patient's best interest when providing medical care. അതായത് വൈദ്യപരിചരണം നൽകുമ്പോൾ ഒരു ഡോക്ടർ തന്റെ രോഗിയുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ആരുടെ പ്രഖ്യാപനത്തിന്റെ കോട്ട്? ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് ഡിക്ലെയർ ചെയ്യുന്നത് അവരുടെ കോട്ടെന്നാണ് കേട്ടോ. അതായത് വൈദ്യപരിചരണം നൽകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഡോക്ടർ തന്റെ രോഗിയുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എന്താണ് അവർക്ക് ഫേവറബിൾ ആയിട്ട് ഏറ്റവും നല്ല താല്പര്യങ്ങൾക്കായിട്ടൊക്കെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു കോട്ടാണ് ആരുടെ? ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. അത് എടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ചില കോട്ട് തന്നിട്ട് ഇത് ആരുടെ കോട്ടാണ്? ജനീവ ഡിക്ലറേഷൻ ഓഫ് ജനീവയാണോ അത് ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്? രണ്ടിന്റെയും പ്രത്യേകം പഠിച്ചു വെക്കുക കേട്ടോ. ജനീവയുടെ എളുപ്പമാണ്. ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ. അതായത് കുറച്ചും കൂടെ വലുതാണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സിന് നീളം കൂടുതലാണല്ലോ, അതുപോലെ തന്നെ അവരുടെ കോട്ടയും കുറച്ച് നീളം കൂടുതലാണ്. ഫിസിഷ്യൻ ഷാൾ ആക്ട് ഇൻ ദ പേഷ്യന്റ്സ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് when providing that. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വായിച്ചു നോക്കിയേ.
ആ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ മെഡിക്കൽ എത്തിക്സ് ആൻഡ് കണ്ടക്ട് അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയതോ. നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 ആണ് കേട്ടോ. അതിന്റെ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഡിപ്ലോമയില് കുറെ ആക്ടുകളുടെ വർഷങ്ങളൊക്കെ പഠിച്ചില്ലേ, അതുപോലെ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ, അത് പഠിച്ചു വെക്കണം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 കേട്ടോ, 1956. നമ്മുടെ കേരളം അതെ, കേരള രൂപം കൊണ്ട വർഷം അല്ലെ 1956. ഓക്കെ, അപ്പൊ അത് മറക്കില്ലല്ലോ. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ എന്താണ് നേരെ വൈകിട്ടാണ് ആചാരം ചെയ്തത് അല്ലെ, അരമണിക്കൂർ ലേറ്റ് ആയി പോയല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 1956 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇവിടെ പറയുന്ന എല്ലാതും ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് കേട്ടോ. എന്നാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്? ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. എന്നാണ്? 30th December 1956 കേട്ടോ. അതാണ് 1956 December 30 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, 30th December 1956 കേട്ടോ, 1956 December 30 അതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. അത് കൂടാതെ അതിൽ ഒരുപാട് ഭേദഗതികൾ വന്നിട്ടുണ്ട് കേട്ടോ. ആസ് അമെൻഡഡ് ബൈ ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. അമെൻഡ്മെന്റ് ആണ്, ഭേദഗതിയാണ് കേട്ടോ. പിന്നീട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് ഈ ഒരു ആക്ടില് ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഭേദഗതികൾ നടന്നിട്ടുള്ള വർഷങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ വർഷം നടന്നിട്ടുണ്ട് നോക്കിയേ. 1964 കേട്ടോ, 1964. പിന്നെ 1993 നടന്നിട്ടുണ്ട്. പിന്നെ 2001. അപ്പൊ 3 വർഷങ്ങളിലായിട്ട് അതിന്റെ ഭേദഗതി നടന്നിട്ടുണ്ട്. ഏതൊക്കെ വർഷമാണ്? 1964, then 1993, then 2001 കേട്ടോ. ഈ 3 വർഷങ്ങളിലാണ് ഈ പറയുന്ന ആക്ടില് ഭേദഗതികൾ വന്നിട്ടുള്ളത്. ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1956 December 30. അപ്പൊ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. 1964, 1993, 2001 ഈ വർഷങ്ങളിൽ അതിന്റെ ഭേദഗതി നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ആക്ട് വരുന്നതിന് പുറകിലും എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ വരുന്നത്. അപ്പോ എന്താണ് ഈ ആക്ടിന്റെ പർപ്പസ് എന്നറിയോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് വന്നത്? ഈ ആക്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ആ ഒരു ഇതാണ് നമ്മുടെ ബോൾഡ് ആക്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ആക്ട് ഇട്ട് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ആക്ട്, അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ and the maintenance of a medical register for India and for the matters connected with the ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് വന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമാവുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണിത്. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് രൂപീകൃതമാവാൻ കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ ഇവിടെ പറയുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ പുനഃസംഘടിപ്പിക്കുന്നതിന്, എന്നുവെച്ചാൽ അതിന്റെ ഘടനയും അതിന്റെ അധികാരങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ പുനഃസംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയില് ഒരു മെഡിക്കൽ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുമായിട്ട്, അതായത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യയിലും അതുപോലെ നമ്മുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളിലും ഒരു മെഡിക്കൽ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956. അപ്പൊ എന്താണ് ഇതിന്റെ പർപ്പസ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ പുനഃസംഘടിപ്പിക്കുന്നതിനും നമ്മുടെ ഇന്ത്യയിലും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എല്ലാ കാര്യങ്ങളിലും ഒരു മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ആക്ട്
ആക്ട് ആയിരുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ എന്താണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അധികാരങ്ങള് അവരുടെ അധികാരങ്ങളും അതുപോലെ അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മെഡിക്കൽ രജിസ്റ്റർ നിലനിർത്താനായിട്ട് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഒരു ലിസ്റ്റ് ആണ് മെഡിക്കൽ രജിസ്റ്റർ കേട്ടോ. അതായത് ഈ രജിസ്റ്റർ നിലനിർത്തുന്നത് നമ്മുടെ ഇന്ത്യയിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഒരു ലിസ്റ്റ് ആണത് മെഡിക്കൽ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും രജിസ്റ്റർ ചെയ്യണമെന്നും ഈ ഒരു ആക്ട് പ്രകാരം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് കാരണമായ ഒരു ആക്ട് ആയിരുന്നു ഇത്. അപ്പൊ ഈ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഈസ് ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ reconstitution of the Medical Council of India and the maintenance of a medical register for India and for matters connected with. അപ്പൊ ഒരു മെഡിക്കൽ രജിസ്റ്റർ രൂപീകരിക്കുന്നതിനും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുന്നതിനും കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് 1956. ഓക്കെ, അത് മാത്രമല്ല ഡോക്ടേഴ്സ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകള് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ ഗൈഡ് ലൈൻസുകളും എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ പറയുന്ന ആക്ട് പ്രകാരം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി ഈ ആക്ടിൽ പറയുന്നു ദിസ് ആക്ട് മേ ബി കോൾഡ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956. ഇനി ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യ മുഴുവനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. സോ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് ഏതാനും ചില സംസ്ഥാനങ്ങളിലോ ഏതാനും ചില ഏരിയകളിൽ മാത്രമായിട്ടുള്ള ഒരു ആക്ട് അല്ല. നമ്മുടെ ഹോൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് ഷാൾ കം ഇൻടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ സെൻട്രൽ ഗവൺമെന്റ് made by the notification in the official gazette authority. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റില് നോട്ടിഫൈ ചെയ്യുന്ന തീയതി തൊട്ട് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ആക്ട് നിലവിലുണ്ട് 1956 ഒരു ആക്ട് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പേര് പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ നിലവിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് നല്ല ശരിക്കത് 2019-20 സമയമായപ്പോ അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പേര് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് എന്നെന്തോ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനെയല്ല, ഈ പേരല്ല. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്നുള്ളത് മാറി 2019-20 റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്തിട്ട് നാഷണൽ മെഡിക്കൽ അസോസിയേഷൻ എന്നുള്ള രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് എന്നുള്ള രീതിയിൽ NMC അങ്ങനെ എന്തോ രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ഔദ്യോഗിക ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്ന തീയതി തൊട്ട് ഈ ഒരു ആക്ട് അവിടെ പ്രാബല്യത്തിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. എന്ത് ഡെഫിനിഷൻ ആണ്? ആര് മുന്നോട്ട് വെക്കുന്ന ഡെഫിനിഷൻ ആണ്? നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം അവര് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേംസുകൾക്ക് അവര് കുറെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കേണ്ട ഡെഫിനിഷൻസ് ആണ്. എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമുള്ള ഡെഫിനിഷൻസ് ആണ്. അതാണ് ഇത് നമുക്ക് നോക്കാറുള്ളത് കേട്ടോ. ഇൻ ദിസ് ആക്ട് അൺലെസ് ദ കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർസ്. ഓക്കെ, ഓരോ ടേമും ആ ടേമിന്റെ ഡെഫിനീഷനും അതും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡെഫിനീഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? അത് നമുക്ക് നോക്കാലോ. ആദ്യത്തെ നോക്കി, ഫസ്റ്റ് വൺ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഇൻവേർട്ടഡ് ഫോമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ടേം ആണ്. ആ ടേമിന് ഈ ആക്ട് പ്രകാരം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കി, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഒരു ആക്ട് അനുസരിച്ച് ഈ ഒരു ആക്ട് എങ്ങനെയാണ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് മീൻസ് എ ഹോസ്പിറ്റൽ, ഹെൽത്ത് സെന്റർ or other such institution recognized എന്നാണ് കേട്ടോ. അതായത് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ, അതും അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനം എന്നാണ് അർത്ഥമാക്കുന്നത്.
ക്ലിയർ? മനസ്സിലായോ? ഈ ഒരു ആക്ട് അനുസരിച്ച് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലോ ഹെൽത്ത് സെന്ററോ അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, therefore approved institution ആണ് കേട്ടോ. ക്ലിയർ? അടുത്തത് എന്താണെന്ന് നോക്കിയേ, രണ്ടാമത് നോക്കിയേ. By a university as an institution in which a person may undergo the training, if any required by his course of study before the award of any medical qualification to him. എന്താണ് പറയുന്നത്? അതായത് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളൊരു മെഡിക്കൽ യോഗ്യത നേടുന്നതിന് മുൻപായിട്ട് അവര് അംഗീകൃതമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് പരിശീലനം നേടിയിരിക്കണം. അത് വെറുതെ ഒരു ആൾക്ക് മെഡിക്കൽ ഡിഗ്രി കൊടുക്കുന്നില്ല അല്ലെ. അതായത് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അവർക്ക് നേടണമെങ്കിൽ നേടുന്നതിന് മുമ്പായിട്ട് അംഗീകൃതമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്നും അവര് പരിശീലനം നേടിയിരിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ കണക്കാക്കുന്ന ആ ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആണ്. അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അതെന്ത് നേടിയിരിക്കണം? പരിശീലനം നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കൂ. ഇവിടുത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണത്? യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അവർ പരിശീലനം നേടിയിരിക്കുന്നതും അംഗീകൃതമായിട്ടൊരു യൂണിവേഴ്സിറ്റിയുടെ പരിശീലനം നേടിയിരിക്കണം. ഓക്കെ, അടുത്തത് കൗൺസിൽ. എന്താണ് കൗൺസിൽ? കൗൺസിൽ എന്താണ്? കൗൺസിൽ മീൻസ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ constituted under this act. Okay, council means the medical council of India constituted under this act. ഈ ഒരു ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് കൗൺസിൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മൾ നീട്ടി എഴുതില്ല കൗൺസിൽ. കൗൺസിൽ മീൻസ് എന്താണ്? നമ്മുടെ 1956 ആക്ട് പ്രകാരം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഡിലിറ്റഡ് എന്ന വാക്ക് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബൈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ബ്രാക്കറ്റിൽ അമെന്റ്മെന്റ് ആക്ട് ആണ് 1964. നമ്മൾ നേരത്തെ 3 പ്രാവശ്യം അമെന്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു വർഷം 1964, ഫസ്റ്റ് അമെന്റ്മെന്റ് ആ വർഷമായിരുന്നു അല്ലെ. 1964, 1993, 2001 അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ 1964 ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു ആക്ടിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷനോ ക്ലോസോ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് അവിടെ ഡിലീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഭേദഗതി നിയമത്തിന് ഭേദഗതി നടത്താൻ ഒരു മോഡിഫിക്കേഷൻ നടത്താണ് അല്ലെ. ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വല്ല സെക്ഷനോ ക്ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് റിമൂവ് ചെയ്യും അല്ലെ. അങ്ങനെ 1964 അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ആ അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരുപക്ഷെ ഏതെങ്കിലും സെക്ഷനോ ക്ലോസോ അതിന് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും അല്ലെ. അതാണ് അവിടെ ഡിലീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അമെന്റ്മെന്റ് ആക്ട് ആണ് കേട്ടോ. അമെന്റ്മെന്റ് ആക്ട് 1964 അനുസരിച്ച്. ഓക്കെ, അടുത്തതാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ. ഇതാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ എന്നാണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ മീൻസ് ദ മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ബൈ ദ കൗൺസിൽ എന്നാണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ മീൻസ് ദ മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ബൈ ദ കൗൺസിൽ എന്നാണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ബൈ ദ കൗൺസിൽ. നമ്മുടെ കൗൺസിൽ പരിപാലിക്കുന്നതോ നിലനിർത്തുന്നതോ ആയിട്ടുള്ള എന്താണ്? മെഡിക്കൽ രജിസ്റ്റർ എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് മീൻസ് ദ മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ബൈ ദ കൗൺസിൽ. അതായത് ഒരു കൗൺസിൽ പരിപാലിക്കുന്നതോ നിലനിർത്തുന്നതോ ആയിട്ടുള്ള മെഡിക്കൽ രജിസ്റ്റർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് അവിടെ ഒന്ന് വായിച്ചേ പോരാ കേട്ടോ. വായിക്കൂ.
ഓക്കെ, വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് കേട്ടോ, ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ വരെ കഴിഞ്ഞു. അടുത്തതാണ് എന്ത്? മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ? നോക്കുക, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ within or without India which grants degrees, diplomas or licenses in medicine എന്നാണ് കേട്ടോ. അതാണ് medical institution means any institution within or without India which grants degrees, diplomas or licenses in medicine. അതായത് നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഈ പറയുന്ന മെഡിസിൻ എന്തെങ്കിലും ഡിഗ്രി, ഡിപ്ലോമ, ലൈസൻസസ് ഒക്കെ കൊടുക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെയുമാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് മനസ്സിലായോ? മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ഓർ വിത്തൗട്ട് ഇന്ത്യ വിച്ച് ഗ്രാൻസ് ഡിഗ്രീസ്, ഡിപ്ലോമാസ് ഓർ ലൈസൻസസ് ഇൻ മെഡിസിൻ. അതായത് നമ്മുടെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഈ പറയുന്ന മെഡിസിനിലെ ഡിഗ്രിയോ, ഡിപ്ലോമയോ, ലൈസൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? ഇതൊക്കെ ഓരോരോ ഡെഫിനിഷൻസ് ആണ് കേട്ടോ. അപ്പൊ കൗൺസിലിന് കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താണ്, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് കൊടുക്കുന്ന ഡെഫിനേഷൻ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഓരോന്നിനും ഡെഫിനേഷൻ ഉണ്ട്. ഈ ഒരു ആക്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് മെഡിസിൻ. മെഡിസിന് കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയേ. മെഡിസിൻ മീൻസ് മോഡേൺ സയന്റിഫിക് മെഡിസിൻ ഇൻ ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഇൻക്ലൂഡ് സർജറി ആൻഡ് ഒബ്സ്ട്രക്ടിക്സ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്താണ് പറയുന്നത്? മെഡിസിൻ മീൻസ് മോഡേൺ സയന്റിഫിക് മെഡിസിൻ ഇൻ ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഇൻക്ലൂഡ്സ് സർജറി ആൻഡ് ഒബ്സ്ട്രക്ടിക്സ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറി എന്നാണ് കേട്ടോ. അതായത് നമ്മള് എല്ലാ ബ്രാഞ്ചസിനുമുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള, അതായത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് മെഡിസിൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. വെറും മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബ്രാഞ്ചസിനുമുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് മെഡിസിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സർജറി ആൻഡ് ഒബ്സ്ട്രക്ടിക്സ് അല്ലെ, ശസ്ത്രക്രിയ ഉൾപ്പെടുന്നുണ്ട്, പ്രസവ ചികിത്സകളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ എന്തിനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല? അത് നോട്ട് ചെയ്ത് വെക്കണം. എന്തിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല? ഡസ് നോട്ട് ഇൻക്ലൂഡ് വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറി. അതൊരു വേറെ വിഭാഗമാണ് കേട്ടോ. അതൊരു വേറെ വിഭാഗമാണ് വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറി. മൃഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വെറ്റിനറി മെഡിസിൻ ആൻഡ് സർജറിനെ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബാക്കി അതല്ലാതെ എന്താണ് എല്ലാ ബ്രാഞ്ചസും ഉൾപ്പെടുന്ന ഏറ്റവും ആധുനിക ശാസ്ത്രീയമായിട്ടുള്ള മെഡിസിനെയാണ് അതിനകത്ത് സർജറിയും ഒബ്സ്ട്രക്ടിക്സും ഒക്കെ ഉൾപ്പെടുന്ന ഈ പറയുന്ന ഒരു മോഡേൺ സയന്റിഫിക് മെഡിസിൻ എന്നാണ് മെഡിസിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉൾപ്പെടുന്നില്ല വെറ്റിനറി മെഡിസിനോ സർജറിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് പ്രിസ്ക്രൈബ്ഡ് കേട്ടോ. എന്താണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റെഗുലേഷൻസ്. പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റെഗുലേഷൻസ്. കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് മീൻസ് വെറുതെ ഓടിപ്പോയി വെറുതെ എഴുതുന്നതല്ല പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റെഗുലേഷൻസ്. കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടത് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ. റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ മീൻസ് എന്താണ്? റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് മീൻസ് any of the medical qualifications included in the schedules. അതായത് നമ്മുടെ ഈ ആക്ടില് വിവിധ ഷെഡ്യൂളുകൾ ഉണ്ടാവും. ആ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള
ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ യോഗ്യതയെയാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? എനി ഓഫ് ദ മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾസ്. ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ്, മെഡിക്കൽ യോഗ്യതയാണ് നമ്മൾ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? റെഗുലേഷൻ. റെഗുലേഷന്റെ ഡെഫിനിഷൻ എന്താണ്? റെഗുലേഷൻ മീൻസ് എ റെഗുലേഷൻ made under the section 33. എന്താണ്? റെഗുലേഷൻ മീൻസ് എ റെഗുലേഷൻ made under the section 33. അതായത് ആ ഒരു ആക്ടിന്റെ സെക്ഷൻ 33 അനുസരിച്ച് എന്താണ് നിർമ്മിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സ്ഥാപിച്ചതായിട്ടുള്ള റെഗുലേഷൻ എന്നാണ് അർത്ഥം. റെഗുലേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956ന്റെ സെക്ഷൻ 33 അനുസരിച്ച് എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് നോക്കിയേ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. എന്താണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ? ഓക്കെ, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മീൻസ് എ മെഡിക്കൽ കൗൺസിൽ constituted under any law for the time being in force in any state regulating the registration of practitioners of medicine. Okay, എന്താണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കുന്ന ഏതൊരു സംസ്ഥാനത്തിലും, ഏതൊരു സ്റ്റേറ്റ് ആണല്ലോ, ഏതൊരു സംസ്ഥാനത്തിലും നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴില് രൂപീകൃതമായിട്ടുള്ള മെഡിക്കൽ കൗൺസിൽ എന്നാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മീൻസ് എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള മെഡിക്കൽ കൗൺസിലുകളാണ്. പക്ഷെ അവരുടെ കൺട്രോൾ എന്താണ്? അവര് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനെ നിയന്ത്രിക്കുന്നതിന് ഏതെങ്കിലും സംസ്ഥാനത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള കൗൺസിൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും നിയമം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഏത് നിയമം തന്നെയാണ്? നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്. അത് കേന്ദ്ര നിയമമാണ്. അതിന്റെ കീഴിലാണ് അതത് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അത് എന്ത് ചെയ്യും? അത് അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷൻ അവരെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി അത് നമ്മള് എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്ലോമയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് നമ്മള് സെൻട്രൽ സെൻട്രൽ മെഡിക്കൽ എന്താണ് സെൻട്രൽ മെഡിക്കൽ കൗൺസിൽ ആക്ട് അനുസരിച്ചിട്ടാണ് അതത് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുള്ളത്. മെയിനായിട്ടുള്ള സെൻട്രൽ ആക്ട് ആണ്. ആ ആക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതത് സംസ്ഥാനങ്ങളിൽ അവരുടേതായ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളെ രൂപീകരിക്കുന്നത്. ആ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്ക് എന്തൊക്കെ അധികാരമുണ്ട്? അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുള്ള അധികാരം അവർക്ക്. മനസ്സിലായല്ലോ? അത് ഓരോ സംസ്ഥാനങ്ങളിലും അവരവരുടേതായ റെഗുലേഷൻസുകളുണ്ട്. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആക്ട് എന്ത് തന്നെയാണ്? ഈ പറയുന്ന സെൻട്രൽ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്. അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനമുണ്ട്. അപ്പൊ ആ ഒരു 28 ഓരോ സംസ്ഥാനത്തിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മെഡിക്കൽ കൗൺസിൽ ആക്ട് ഉണ്ടായിരിക്കും, കേരള മെഡിക്കൽ കൗൺസിൽ ആക്ട് ഉണ്ടാവും, ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ. മെഡിക്കൽ രജിസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ശരിക്കും പറഞ്ഞ മെഡിക്കൽ രജിസ്റ്റർ എന്താണ്? ഇറ്റ്സ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. കേട്ടോ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് ശരിക്കും മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. കേട്ടോ, അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ്, നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജോലി വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒക്കെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒന്നാണ് മെഡിക്കൽ രജിസ്റ്റർ. ആ ഒരു മെഡിക്കൽ രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്ട് ഏതാണ്? നമ്മൾ പഠിച്ച് സ്റ്റേറ്റ് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്. അപ്പൊ അതനുസരിച്ച് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്തായിരിക്കും? ഇറ്റ് മീൻസ് എ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ഇൻ എനി സ്റ്റേറ്റ് regulating the registration of practitioners of medicine. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്.
അതായത് അതത് സംസ്ഥാനങ്ങളില് ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കുന്ന ഏതൊരു സംസ്ഥാനത്തിലും ഈ പറയുന്ന ആക്ടിന്റെ ഈ പറയുന്ന നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള രജിസ്റ്റർ എന്നാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്നതുകൊണ്ട് അർത്ഥം. ഇങ്ങനെ വളരെ നിങ്ങൾ ചിന്തിക്കേണ്ട, എന്താണ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളില് രൂപം കൊണ്ടിട്ടുള്ളതാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് ആ സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനെ കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഓക്കെ, അത്രയല്ലോ കേട്ടോ. ഇനി അടുത്തതാണ് യൂണിവേഴ്സിറ്റി മീറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് എടുക്കുന്നത്? യൂണിവേഴ്സിറ്റി മീറ്റ്സ് NEU എന്നാണോ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഓക്കെ, അവിടെ ഒന്ന് എഴുതി ചേർക്കണം. അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അവിടെ. NEU എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ? അപ്പൊ ഒന്ന് എഴുതിയെടുത്തേ, നിങ്ങൾ എഴുതി ചേർത്തേ. അവിടെ എന്താണ് എഴുതി ചേർക്കേണ്ടത് അറിയോ? യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി എഴുതി ചേർക്കാട്ടോ. NEU എന്നല്ല, എനി യൂണിവേഴ്സിറ്റി in India established by law and having a medical facility. കിട്ടിയോ? അപ്പൊ എന്താണ് യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ ആൻഡ് ഹാവിംഗ് എ മെഡിക്കൽ ഫെസിലിറ്റി. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് നമ്മുടെ ഇന്ത്യയില് എന്താണ് ഈ പറയുന്ന പോലെ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതും മെഡിക്കൽ ഫെസിലിറ്റി ഉള്ളതുമായിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയെയാണ് യൂണിവേഴ്സിറ്റി എന്നത് മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം സ്ഥാപിതമായതും അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റികൾ ഉള്ളതുമായിട്ടുള്ള ഏതൊരു സർവകലാശാലയെയും നമുക്ക് എന്ത് പറയാം? യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അത് നിയമപ്രകാരം സ്ഥാപിതമായതായിരിക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ മെഡിക്കൽ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതനുസരിച്ച് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1956 അനുസരിച്ച്. ഓക്കെ, കിട്ടിയോ ഡെഫിനിഷൻസുകൾ? എളുപ്പമല്ലേ ഡെഫിനിഷൻ ഓർക്കാനൊക്കെ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്ഷനൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് 2-3 പ്രാവശ്യം വായിക്കണം കേട്ടോ. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കൗൺസിൽ എന്താണ്, അതുപോലെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്താണ്, സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്താണ്, അതുപോലെ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഡെഫിനേഷൻ ആണ്. ഈ ഒരു ആക്ട് പ്രകാരം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഡെഫിനേഷൻ ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് വായിക്കാം. അതുപോലെ ഓപ്ഷൻസ് നോക്കി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വായിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നടത്താം. കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച HLE ഫുൾ ഫോം ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. HLE എന്താണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് നോട്ട് ചെയ്യണം. പിന്നെ ഏതൊക്കെ ഏരിയകൾ അവർ കവർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പുകളുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്, അത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ മെഡിക്കൽ ഈ പറയുന്ന എത്തിക്സ് ആൻഡ് കണ്ടക്റ്റിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഡിക്ലറേഷൻസ് ഏതൊക്കെയാണ്? ഹിപ്പോക്രാറ്റിക് ഓത്ത്, ജനീവ അല്ലെ, ഡിക്ലറേഷൻ ഓഫ് ജനീവ, ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് സെക്യൂർ മെഡിക്കൽ റിസർച്ച്, അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ എന്താണ് എത്തിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അക്കൗണ്ട് ഫണ്ട്സ് കേട്ടോ. ഡിക്ലറേഷൻ ഓഫ് ജനീവയുടെ പുറത്തും അതുപോലെ തന്നെ നമ്മൾ വേറൊരു പഠിച്ചല്ലോ, ഇതായിരുന്നു ഇന്റർനാഷണൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. അതിൽ രണ്ടിനും കോഴ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വർഷം ഏതൊക്കെ വർഷങ്ങളിലാണ് അമെന്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഭേദഗതി വരുത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അത് മുന്നോട്ട് വയ്ക്കുന്ന ഡെഫിനിഷൻസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്